Day 1. ഹായ്, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 3rd ഫ്ലോറിലാണുള്ളത്. 8 to 11 ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്. അപ്പോൾ നമുക്ക് റിച്ചു താഴെയല്ല, റിച്ചു താഴെ പോവാണ്. മേലെ മേലെ റിച്ചു മേലെയാ മേലെ. Ba, come on. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ കേക്ക്സ്, വാഫിൾസ്, പിന്നെ സോസേജ്, റൈസ്, സ്ക്രാമ്പിൾഡ് എഗ്, ഫ്രൂട്ട് ജ്യൂസസ്, പിന്നെ വെജിറ്റബിൾസ്, ടീ വേണ്ടവർക്ക് ടീ, കോഫി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, അത് കാരണം ഒരു അഡ്ജസ്റ്റ് ആകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ ഇത് കാണുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഋതുക്കുട്ടി കുറച്ച് വാഫിൾസും പിന്നെ ഹണിയും എടുത്തിട്ട് കഴിച്ചായിരുന്നു. പിന്നെ ശ്രീകാന്ത് റൈസും സ്ക്രാമ്പിൾഡൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. ഋതു എന്താ കഴിക്കണേ? ഉപ്മാ. ഋതുവിന് 9 വയസ്സായി. ജീവിതത്തിൽ ഇന്നേ വരെ ഉപ്മാവ് കഴിക്കാത്ത ആള് ഉപ്മാവ് ഇടുന്ന് കഴിക്കണുണ്ടോ? ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. വയറ് നിറഞ്ഞില്ല എന്ന് അവിടെ പോയിട്ട് കഴിച്ചിട്ട്, എന്നിട്ട് ഉപ്മാവ് ഇരുന്ന് കഴിക്കുകയാണ്. അടുത്ത ആളത് ഇവിടെ ചോക്ലേറ്റ് ഒക്കെ പറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. റിച്ചുലാമ ഡ്രസ് കഴിച്ചില്ലേ? ഇനിയും വിശക്കുണ്ടോ? ഉപ്മാവ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി വീട്ടിൽ ചെന്ന് ഉപ്മാവ് കഴിക്കോ? തംസ് അപ്പ്. Okay, today we have Tbilisi city tour. We will see Chronicles of Georgia. We have to see Trinity Church. Also, you will see all the part of Tbilisi and Tatsminda Mountain. We will enjoy. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ ആണ്. ഇത് ടിബ്ലിസിയിലെ കീനി ഹില്ലിലാണ് ഉള്ളത്. നമ്മുടെ ട്രാവൽ ഗൈഡ് നീനോ നമുക്ക് ഹിസ്റ്ററി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇത് 1985 നിർമ്മിച്ചിട്ടുള്ളത്. സുരാബ് ടെരേസിറ്റേലി എന്ന് പറഞ്ഞ ഒരു സ്കൾപ്ചറാണിത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് 16 പില്ലേഴ്സ് ഉണ്ട് ഇതിന്. ഈ 16 പില്ലേഴ്സിലും നല്ല നല്ല കൊത്തുപണികളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ആ കൊത്തുപണികൾ. അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് അവരുടെ കിങ്, ക്യൂന്, പിന്നെ അവരുടെ ഹീറോസ്, അവരുടെയൊക്കെയാണ് കൊത്തുപണികൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നടുക്കായിട്ട് ഒരു കിങ് തമ്മർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വുമണിൻ്റെ ഒരു കൊത്തുപണിയുണ്ട്. അപ്പോൾ ഇതിന് കിങ് തമ്മർ വുമണാണ്, പക്ഷെ കിങ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം ഈ കിങ് തമ്മറിൻ്റെ അച്ഛന് ആൺമക്കളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ കിങ് തമ്മർ എന്നുള്ള വിശേഷണം കിട്ടിയത്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ് സ്റ്റോറീസ് വിവരിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് കൊത്തുപണികളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുള്ള കൊത്തുപണികളായിരുന്നു, കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നല്ല നല്ല വ്യൂ ആണുള്ളത്. ഇപ്പോൾ പിന്നെ ഗ്രീനറി ആണല്ലോ. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ ഗ്രീനറി ആയിട്ട് കാണുന്നത്. ഇപ്പോൾ വിൻ്റർ അല്ലാത്ത കാരണം ഫുള്ള് ഗ്രീനിലാണ് കാണുന്നത്. നല്ല അടിപൊളിയാണ്. പിന്നെ പ്രകൃതിയുടെ ഒരു മായാജാലങ്ങൾ എന്നൊക്കെ പറയണ പോലെ നല്ല നല്ല കാഴ്ചകളാണുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നു നമ്മുടെ ട്രിപ്പ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്തവരോട് ഒരു ബഹുമാനം തോന്നുമല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക, എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ? അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് വ്യൂവ്. എനിക്കൊത്തിരി ഇഷ്ടമായി, കുട്ടികൾക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഋതുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹിസ്റ്ററി ആയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിസ്റ്റോറിക് സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ മ്യൂസിയങ്ങൾ അതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഋതുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയോട് വിട പറയുകയാണ്. അടുത്ത് നമ്മൾ ട്രിനിറ്റി ചർച്ചിലോട്ട് പോവാം. 10 മിനിറ്റാണ് ട്രിനിറ്റി ചർച്ചിലേക്ക്. നമുക്ക് ഇവിടുത്തെ വഴിയോര കാഴ്ചകൾ കണ്ടില്ലേ? ഓക്കെ, റിച്ചുവിന് ജോർജിയയിൽ എന്താ ഇഷ്ടപ്പെട്ടെ?
ഹോട്ടലാണ് ഇഷ്ടപ്പെട്ടത്, വേറെ പുറത്തൊന്നും ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു, പക്ഷേ ഹോട്ടൽ ഇഷ്ടപ്പെട്ടു. ഹോട്ടലാണ് ഇഷ്ടപ്പെട്ടത്. ഹോട്ടൽ ഫുള്ള് ഇഷ്ടമായി. ഫുള്ള് ഇഷ്ടമായ? ഓക്കെ. ഹോട്ടൽ പോലത്തെ പപ്പ ഹോട്ടൽ പോലത്തെ വീട് പണിഞ്ഞ ഇഷ്ടാവോ? പപ്പ ഹോട്ടൽ പോലത്തെ വീട് പണിഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടം? ഒരു ഹോട്ടലിൽ വാങ്ങിച്ചാലോ? എന്തിനാ പണിയണോ? നമുക്ക് ഹോട്ടലിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചാലോ? അപ്പൊ റിച്ച് താമസിക്കുക. ഓക്കെ. അല്ലെങ്കിൽ റിച്ച് ഒരു കാര്യം ചെയ്യും, റിച്ച് വലിയ ബിസിനസ്മാൻ ആവും, ഹോട്ടൽ ബിസിനസ്മാൻ. ഓക്കെ. റിച്ച് ഇപ്പൊ എന്താ കണ്ടേ? നമ്മളെന്താ കണ്ടേ? സാമിയോ? എന്ത് സാമി? കൃഷ്ണനോ? കൃഷ്ണൻ സ്വാമിനെ കണ്ടേ? വാവ്, സൂപ്പർ. റിച്ച് കൃഷ്ണൻ സ്വാമിനെ കണ്ടേ? ജോർജിയ കൃഷ്ണൻ സ്വാമി? അതെ, കൃഷ്ണൻ സ്വാമി അല്ല, ജീസസ്. അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് ട്രിനിറ്റി കത്തീഡ്രൽ ടിബ്ലിസിയിലാണ്. കുറേ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 1995 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2004 കൺസ്ട്രക്ഷൻ ഫിനിഷ് ആയത് കേട്ടോ. ഇതിന് 3rd പ്ലേസ് ഉണ്ട് വേൾഡിൽ. ഓർത്തഡോക്സ് ചർച്ചിൻ്റെ 3rd പ്ലേസ് ആണുള്ളത്. പിന്നെ 1st പ്ലേസ്, ഇതിൻ്റെ ഏരിയ ആയിട്ട് നോക്കുമ്പോൾ 1st പ്ലേസ് ഉണ്ട് കേട്ടോ വേൾഡിൽ, ടോട്ടൽ ഏരിയ. അപ്പോൾ അത്രയും സ്ഥലമുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ. ഇടയ്ക്ക് റിച്ചുക്കുട്ടിയും കാല് വേദന എടുക്കുക നടന്നിട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനത്തെ ടൂറൊക്കെ പോകുമ്പോൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ചെറിയ കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു, നടന്നൊക്കെ ചെയ്തായിരുന്നു. പിന്നെ റിച്ച് എടുക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ എടുക്കുമെന്ന് പറയാറുള്ളതാണ്. ഇത്ര വലുതായാലും എടുക്കുമെന്ന് പറയാറുള്ളതാണ്. ഇപ്പോൾ എന്താണോ നടന്ന് ആൻറ്റിയുടെ കൂടെ, ട്രാവൽ ഗൈഡ് ആൻറ്റിയുടെ കൂടെ നടന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു, രണ്ടുപേരും ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ അലൗഡാണ്, നമുക്ക് എടുക്കാം, കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത് ഇസ്രായേലിലെ ജെറുസലേം പള്ളിയുടെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ മേലെയായിട്ട് പണ്ടത്തെ ആ കാലത്തെ സ്റ്റോൺസും പിന്നെ ബോൺസൊക്കെ വെച്ചിട്ടുണ്ട്, സെയിൻറ്റിൻ്റെ ബോൺസൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാൻഡിലൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്കിവിടെ കത്തിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പ്രെയറൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം ഹോളി വാട്ടർ വരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ പൈപ്പ് ഉണ്ട്, അതിൽ നിന്ന് ഹോളി വാട്ടർ വരും. പക്ഷേ ഇന്ന് ഇല്ല കേട്ടോ, ഇന്ന് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. കുറേ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റിച്ചു വെച്ചാൽ ഇവിടെ കിടന്ന് നടക്കുമായിരുന്നു കേട്ടോ. ഓരോ കിളികളെയൊക്കെ നോക്കിയിട്ട്, കിളികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു വന്ന്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കിടന്ന് നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ. നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ പോകുന്നത് ഒരു മൈൻഡിന് ഒരു റിലാക്സേഷൻ കിട്ടും. പിന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് വർക്ക് പ്രഷറിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ഒരു റിലാക്സേഷൻ കിട്ടും. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിക്കാനാണ് വന്നത്. കിങ് കാലി, ഇവരുടെ മെയിൻ ഡിഷായ കിങ് കാലി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവരുടെ റെസ്റ്റോറൻറ്റുകളിലെ ഫ്രണ്ടിൽ കിങ് കാലി എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ കിങ് കാലി നമ്മൾ ഓർഡർ ചെയ്തു. ഇതാണ് കിങ് കാലി. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് കഴിക്കാമെന്ന്. ഇത് ഡംപ്ലിങ്സ് പോലെയാണ്. അത് ജസ്റ്റ് ഒരു ബൈറ്റ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്തൊരു സൂപ്പ് പോലെ നല്ലൊരു വെള്ളം ഉണ്ടാവും, അത് ഉറിഞ്ച് കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് കേട്ടോ, അങ്ങനെ തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ മീറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് ബീഫാണ് ഇപ്പോൾ ശ്രീകാന്ത് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ മീറ്റും പിന്നെ അതിൻ്റെ പുറത്തെ ഭാഗം കൂടി കഴിക്കണം. അങ്ങനെയാണ് ഈ കിങ് കാലി കഴിക്കേണ്ടത്.
ഇപ്പോൾ ഋതുക്കുട്ടി ഇതേ അവിടെ വെള്ളം ഇറങ്ങി ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൾ കഴിക്കുന്നില്ല, കിങ്കാലി കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ അവൾ കഴിച്ചു കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് മീറ്റ്. പിന്നെ ഞാൻ കഴിച്ചില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല, ഞാൻ കഴിച്ചില്ല. ശ്രീകാന്ത് കഴിച്ചായിരുന്നു, റിച്ചു കഴിച്ചായിരുന്നു, ഋതുവും കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വാക്കിംഗ് ടൂറിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാക്കിംഗ് ടൂർ ടിബ്ലിസി, ഇത് ഓൾഡ് ടിബ്ലിസിയാണ്. അപ്പോൾ അങ്ങനെ 12 ആകുമ്പോഴേക്കും വരണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഏഞ്ചൽ വന്ന് റിങ് ചെയ്യും, ബെൽ റിങ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ 12-ന് കറക്റ്റായിട്ട് എത്തിയ കാരണം നമുക്ക് ആ ഏഞ്ചൽ ബെൽ റിങ് ചെയ്യണത് കാണാൻ പറ്റി. അപ്പോൾ 12-ന് 12 ബെൽ റിങ് ചെയ്യും. അങ്ങനെ ഓരോരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഏഞ്ചൽ പുറത്ത് വന്നിട്ട് ബെൽ റിങ് ചെയ്യും. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ബെൽ റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്ത് ഈ പോർഷൻ ഓപ്പൺ ആവും. ഈ പോർഷൻ ഓപ്പൺ ആയിട്ട് ഇത് നമ്മുടെ ലൈഫ് സൈക്കിൾ കാണിക്കുന്നതാണ്. ഫസ്റ്റ് ഒരു മാനും വുമണും അത് മാരീഡ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നു. അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ കൊച്ചുണ്ടാവുന്നു. അതാണ് അടുത്ത സ്റ്റേജായിട്ട് വരുന്നത്. പിന്നെ അങ്ങനെ ഓരോരോ സൈക്കിളായിട്ട് വരുന്നതാണ് കേട്ടോ അടുത്തത് ഈ പോർഷനിൽ വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നോക്കി നിൽക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ. പിന്നെ ഇതാ ഇവിടെ താഴെ ആയിട്ടൊരു മിനി ക്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ട് നമ്മുടെ എർത്തിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യണത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചുവരിനും ഓരോരോ കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഓരോരോ നല്ല രസമുള്ള കാഴ്ചകളായിട്ട് കണ്ട് നടന്നു. പിന്നെ ഇതാ പെയിൻറ്റിങ്സ്, സൈഡിലൊക്കെ പെയിൻറ്റിങ്സ്, പിന്നെ സൗനിയേഴ്സ് എല്ലാം സെയിൽ ചെയ്യുന്ന കച്ചവടക്കാരുണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല കാഴ്ചകളായിട്ട് നമ്മൾ ഈ വാക്കിംഗ് ടൂറ് ഈ ടിബ്ലിസിയുടെ ഓൾഡ് ടൗണിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഈ ഡേ 1 തന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പീസ് ഓഫ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ വീഡിയോ അടുത്ത വീഡിയോയിലായിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ ഈ കൊച്ചു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.